ആരാണ് കാർ ഓടിച്ചത് എന്നുള്ളതിന്റെ അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഇന്നലെ പുലർച്ചെ ആണ് സംഭവം നടക്കുന്നത്. കലൂർ ശാസ്ത റോട്ടിൽ പോലീസ് പരിശോധന നടത്തുകയായിരുന്നു, നോർത്ത് പോലീസ്. പ്രത്യേകിച്ച് എറണാകുളത്ത് രാത്രികാലങ്ങളിൽ ലഹരിയുടെ വ്യാപനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് രാത്രിയിൽ പരിശോധന ശക്തമാക്കിയത്. അത്തരത്തിലൊരു പരിശോധന നടത്തുന്നതിനിടയിലാണ് ഒരു ബലേനോ കാർ ഈ ശാസ്ത റോഡിലേക്ക് വരുന്നു. പോലീസുകാർ, സന്തോഷ് അടക്കമുള്ള പോലീസുകാർ ഈ വാഹനം കൈകാണിച്ച് നിർത്താൻ ശ്രമിക്കുന്നു. പക്ഷേ വാഹനം ഒന്ന് സ്ലോ ചെയ്ത ശേഷം പിന്നീട് സ്പീഡിൽ എടുത്തു പോവുകയായിരുന്നു. അതിലാണ് ഇപ്പോൾ ഒരു 10 മീറ്റർ അപ്പുറത്തേക്ക് സന്തോഷിനെ ഇടിച്ചു തെറിപ്പിച്ചത്. സന്തോഷിന്റെ കൈക്കും അതോടൊപ്പം തന്നെ കാലിനും ചതവ് പറ്റിയിട്ടുണ്ട്. ഈ വാഹനത്തിനകത്ത് 2 യുവാക്കൾ ഉണ്ടായിരുന്നുവെന്നാണ് ഒപ്പമുണ്ടായിരുന്ന പോലീസുകാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നോർത്ത് പോലീസ് 2 പേർക്കെതിരെയും ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല, കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എന്നാൽ പോലും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് FIR ഇട്ടിരിക്കുന്നത്. ഈ പോലീസിന്റെ പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചവർ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ലഹരി ബന്ധമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളുകളാണോ എന്ന സംശയം അന്വേഷണ സംഘത്തിനും പോലീസിനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നു. പ്രത്യേകിച്ച് ഇവർ പോയ വഴിയിലെ CCTV ഒക്കെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇന്ന് തന്നെ പ്രതികളെ പിടികൂടാനാകുമെന്നാണ് പോലീസ് പങ്കുവെക്കുന്ന പ്രതീക്ഷ. ഏതെങ്കിലും തരത്തിൽ ഈ ലഹരി സംഘത്തിന്റെ ഭാഗമാണോ ഇവർ എന്നുള്ളതാണ് പോലീസിന് ബലമായുള്ള സംശയം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പിടികൂടും എന്ന് മനസ്സിലാക്കുന്നു. സന്തോഷിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇത്തരത്തിൽ രാത്രികാല പരിശോധനകൾ നടത്തുന്ന പോലീസുകാർക്കെതിരെ, പ്രത്യേകിച്ച് വാഹനം പരിശോധിക്കുന്ന പോലീസുകാരെ ഇടിച്ചു തെറിപ്പിക്കുന്ന ഒരു പൊതുരീതിയായി വന്നിട്ടുണ്ട്. നേരത്തെ മൂവാറ്റുപുഴയിൽ SIക്ക് പരിക്ക് പറ്റിയിരുന്നു. ചെല്ലാനത്ത് ഒരു പോലീസുകാരനെ ഇടിച്ചിട്ടു, അദ്ദേഹത്തിന്റെ കാലിന് പരിക്ക് പറ്റി. ഇപ്പോൾ നോർത്ത് പോലീസ് സ്റ്റേഷൻ, ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരന് പരിക്ക് പറ്റുന്നു. അപ്പോൾ പോലീസുകാർ രാത്രി ഇത്തരത്തിൽ പരിശോധന നടത്തുന്ന പോലീസുകാരുടെ ആരോഗ്യമടക്കം അല്ലെങ്കിൽ അവരുടെ ജീവനടക്കം ബുദ്ധിമുട്ടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് ലഭ്യമാകുന്ന വിവരം.